നമസ്കാരം. ബീഡിയുണ്ടോ സഖാവെ ഒരു തീപ്പെട്ടി എടുക്കാൻ, തീപ്പെട്ടിയുണ്ടോ സഖാവെ ഒരു ബീഡി എടുക്കാൻ. ലാൽ സലാം സിനിമയിലെ കമ്മ്യൂണിസ്റ്റ് കോഡ് ഭാഷ. അതുപോലൊരു കോഡ് ഭാഷയിൽ കേരള സർക്കാരിലും ഒരിടപാട് നടന്നു. വരാപ്പുഴ കേസിലായിരുന്നു ആ ഇടപാട്. അതിൻ്റെ കോഡ് ഭാഷ ഇങ്ങനെ: SP ഉണ്ടോ സഖാവെ ഒരു നിയമോപദേശം കിട്ടാൻ, നിയമോപദേശമുണ്ട് സഖാവെ ഒരു SP-യെ വിടാൻ. വൈകിയെങ്കിലും വരാപ്പുഴ നിയമോപദേശം വന്നത് ഈ വിധമാണ്, വരാപ്പുഴ കേസിനെ വഴിതെറ്റിച്ചുകൊണ്ട്. VD സതീശൻ സഭയിൽ ഇന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: എന്താണ് സാർ ഈ ചവിട്ടിക്കൊന്നതിൻ്റെ മോട്ടീവ്? ആര് പറഞ്ഞിട്ടാണെന്ന് കോടതി ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തു പറയും? അതൊരു വലിയ ചോദ്യമാണ്. വലിയവരെ രക്ഷിക്കാനുള്ള വാതിൽ തുറന്നിട്ടതോടെ ഉയരുന്ന ചോദ്യം. 7 നിരപരാധികളെയാണ് RTF-കാർ പിടിച്ചുകൊണ്ടുപോയത്. വരുത്തന്മാരായ ഇവർക്ക് പിടിക്കേണ്ടവരുടെ പേര് പറഞ്ഞു കൊടുത്തത് ആരാണ്? എവിടെയോ കിടന്ന SI-യും CI-യും അടിയന്തരമായി ഓടി വന്നത് എന്തിനാണ്? വളഞ്ഞിട്ട് ചവിട്ടിക്കൂട്ടി പ്രീതിപ്പെടുത്താൻ പുറപ്പെട്ടത് എന്തിനാണ്? ഉത്തരമില്ല. ഉത്തരം പറയേണ്ടത് ഒരാളാണ്, സാക്ഷാൽ SP-യുടെ ഫോണിലേക്ക് വന്ന വിളികൾ വെളിച്ചത്ത് വന്നാൽ മതി അത് തെളിയാൻ. ശ്രീജിത്തിനെ അടക്കം പിടിച്ചുകൊണ്ടുപോയത് പാർട്ടി നേതാക്കൾ പറഞ്ഞിട്ടാണെന്ന് നാട്ടുകാരുടെ മൊഴിയുണ്ട്. എന്നിട്ടും ഏരിയ സെക്രട്ടറിയെ ചോദ്യം ചെയ്ത് ആ വഴിക്കുള്ള അന്വേഷണം അവസാനിപ്പിച്ചു. വലിയ സഖാക്കളെ രക്ഷിക്കാൻ മുകളിൽ നിന്ന് വിളി വന്നു കാണുമെന്ന് വരാപ്പുഴക്കാർ വിശ്വസിക്കുന്നു. എല്ലാ വിളികൾക്കും വിലയുണ്ട്, മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ നിലവിളിക്കൊഴിച്ച്. SP-യെ പ്രതിയാക്കാത്തത് പോലീസ് അന്വേഷണം പാർട്ടിയിലേക്ക് പോകേണ്ടി വരുമെന്ന് പേടിച്ചാണെന്ന് പ്രതിപക്ഷം ഇന്ന് പറഞ്ഞത് ആ നിലവിളി കേട്ടുകൊണ്ടാണ്. വലിയ സഖാക്കളിലേക്ക് അന്വേഷണം വളരാതിരിക്കാനോ നിയമോപദേശത്തിന്റെ മറവിൽ നീക്കം നടക്കുന്നത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്: വരാപ്പുഴയിലെ വലിയ സഖാവാര്? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് M നൌഷാദ് MLA, കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഷിയാസ്, അഭിഭാഷകൻ V അജകുമാർ, ശ്രീജിത്തിന്റെ അമ്മ ശ്യാമള എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ അതിഥികളായി പങ്കുചേരുന്നു. വരാപ്പുഴയെ വഴിതെറ്റിച്ചോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ മുഹമ്മദ് ഷിയാസ്, നിങ്ങൾ പല ഘട്ടങ്ങളിലായി ഈ കേസിൽ CPM നേതൃത്വത്തിന് ഇടപെടലുണ്ട് എന്ന് ആരോപിച്ചു വരുന്നു. എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് തന്നെ ആ സ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തം വഹിച്ചുകൊണ്ട് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ഈ നിരാഹാരമൊക്കെ നടത്തുന്ന ഘട്ടത്തിലുമൊക്കെ പറയുകയുണ്ടായി P രാജീവ് അടക്കമുള്ളവർക്ക് ഈ കേസുമായുള്ള ബന്ധം. ഇന്ന് കോടിയേരി പറയുന്നുണ്ടായിരുന്നു അത്തരം ബന്ധങ്ങളുണ്ട് എന്ന് അറിവുള്ളവർ അത് അന്വേഷണ സംഘത്തോട് പറയുകയാണ് വേണ്ടത് എന്ന്. അതൊരു വെല്ലുവിളിയാണ്, നിങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യലാണ്, നിങ്ങളുടെ വെറും രാഷ്ട്രീയ പ്രചാരണമാണ് എന്ന് പറഞ്ഞ് ഇകഴ്ത്തലാണ്. അപ്പോൾ മനസ്സിൽ ഇങ്ങനെ ചില പേരുകൾ സൂക്ഷിച്ച് നടക്കുകയാണോ നിങ്ങളുടെയൊക്കെ പൊതുപ്രവർത്തകരെന്ന നിലയിലുള്ള ഉത്തരവാദിത്തം? ശ്രീ മുഹമ്മദ് ഷിയാസ്, ആരാണ് ഈ പറയുന്ന വരാപ്പുഴയിലെ വലിയ സഖാവ്? ഇത് വളരെ കൃത്യമാണ്. ഇന്ന് നിയമസഭയ്ക്കകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മറുപടിയാണ്. അതിനകത്ത് രാഷ്ട്രീയ നേതൃത്വമാണ്, CPM-ൻ്റെ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വവും അവരെ സഹായിച്ച ഉന്നതനായിട്ടുള്ള നേതാവിനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയത്. ഇവിടെ യഥാർത്ഥത്തിൽ CPM-ൻ്റെ അടിമവേല ചെയ്യുന്ന ദാസ്യപ്പണിക്കാരനായിട്ടുള്ള AV ജോർജിനെ സംരക്ഷിക്കലല്ല ഈ ഗവൺമെൻറ്റിൻ്റെ ദൗത്യമെന്ന് പറയുന്നത്. AV ജോർജിലേക്ക് അന്വേഷണം പോയാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച AV ജോർജിന് ലിസ്റ്റ് കൊടുത്ത ആ ലിസ്റ്റിൽ നിരപരാധികളായിട്ടുള്ള ആളുകളെ, നിയമവിരുദ്ധമായിട്ടുള്ള സേന രൂപീകരിച്ച് RTF അറസ്റ്റ് ചെയ്ത ആളുകളെ നിരപരാധികളെന്ന് പിന്നീട് കണ്ട് കോടതി വിട്ടയച്ച ആളുകളെ പിടിക്കാനിടയായത് ഈ CPM-ൻ്റെ നേതാക്കന്മാരുടെ നിർദ്ദേശാനുസരണമാണ് എന്ന് AV ജോർജിനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും കൈക്കൊണ്ടിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇവിടെ ശ്രീജിത്തിൻ്റെ അമ്മ ചോദിച്ച ചോദ്യമുണ്ട്, ആ നാട്ടിലെ ജനങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട്. ആരാണ് ലിസ്റ്റ് കൊടുത്തത് പോലീസിന്? ആരാണ് ഈ 9 പേരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി SP-ക്ക് ലിസ്റ്റ് കൊടുത്തത്? SP-യുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം പറഞ്ഞുവിട്ട RTF ഇവരുടെ വീടുകളിൽ വന്ന് ഇവരെ
പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി ഇതെല്ലാം ശരിയാണ്. മുഹമ്മദ് പോലീസ് ഷിയാസ്, സ്റ്റേഷനിൽ നിങ്ങളിപ്പോ സ്റ്റേഷനിൽ ഈ കഥ ചെന്നതിന് പറയുന്നതിന് ശേഷം പകരം ആരാണ് ഈ വരാപ്പുഴയിലെ വലിയ സഖാവ്? ഇപ്പൊ വരാപ്പുഴയിലെ വലിയ സഖാവ് എന്ന് പറയുമ്പോൾ അതെന്തായാലും രാജീവല്ല. അവിടുത്തെ പ്രാദേശിക നേതൃത്വം അവിടുത്തെ ജില്ലാ നേതൃത്വവുമായി ആശയവിനിമയം നടത്തി SP-യെ കൊണ്ട് ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിപ്പിച്ച് പിടികൂടിപ്പിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇന്ന് VD സതീശനും പറയുന്നതാണ്. അങ്ങനെയെങ്കിൽ രാജീവ് AV ജോർജിനെ വിളിച്ച് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്, പിടിക്കൂ എന്ന് പറഞ്ഞുവെന്നാണോ നിങ്ങളുടെ കേസ്? അതോ പ്രാദേശിക നേതാക്കൾ SP-യെ വിളിച്ചുവെന്നോ? വരാപ്പുഴയിലേക്ക് ഇതിന്റെ പരിസരം ചുരുക്കുമ്പോൾ രാജീവ് അടക്കമുള്ളവർ അതിൽ ഈ പറയുന്ന സംശയത്തിന്റെ നിഴലിൽ നിൽക്കേണ്ടവരല്ല. അതുകൊണ്ട് വ്യക്തമാക്കൂ മുഹമ്മദ് ഷിയാസ്. ഇത് വളരെ കൃത്യമല്ലേ? ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് AV ജോർജിൻ്റെ ഫോൺ കോളുകൾ അന്വേഷിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇവിടെ ഈ പോലീസിൻ്റെ കയ്യിലുള്ള ഈ വ്യാജമായി പോലീസ് തയ്യാറാക്കിയിട്ടുള്ള വ്യാജമൊഴികൾ അതിനെക്കുറിച്ച് പോലീസ് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? പരമേശ്വരൻ എന്ന് പറയുന്ന ബ്രാഞ്ച് സെക്രട്ടറി പറയുന്നു ഞാൻ മൊഴി കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. CPM നേതൃത്വം പിറ്റേ ദിവസം അദ്ദേഹത്തെ കൊണ്ട് കർശനമായി പറയിക്കുന്നു ഞാൻ തന്നെയാണ് മൊഴി കൊടുത്തതെന്ന്. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരല്ലേ? ഇവിടെ AV ജോർജിന്റെ ഫോൺ കോളുകൾ അന്വേഷിച്ചാൽ മാത്രമാണ്. ധാരണയുള്ള ആളാണ് മുഹമ്മദ് ഷിയാസ്. താങ്കൾക്ക് അറിവുണ്ടോ നാട്ടുകാർ ഇങ്ങനെ CPM നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് ശ്രീജിത്തിനെ അടക്കം പിടിച്ചുകൊണ്ടുപോയത് എന്ന് മൊഴി കൊടുത്തിട്ടുണ്ടോ? SP-ക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടോ? CPM ബന്ധത്തെപ്പറ്റി മൊഴി കൊടുത്തിട്ടുണ്ടോ? കൃത്യമായി ശ്രീജിത്തിൻ്റെ അമ്മ മൊഴി കൊടുത്തിട്ടുണ്ട്. അവിടെ മുൻ പഞ്ചായത്ത് മെമ്പർ, ഒരു വനിതയായ CPM പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ കൂടി അന്ന് വാസുദേവൻ്റെ മരണം നടന്ന അന്ന് രാത്രി അവരുടെ വീട്ടിൽ കൂടി CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ അവിടെ കൂടി അവർ തീരുമാനിച്ച ലിസ്റ്റ് അനുസരിച്ചാണ് AV ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള ഈ RTF ഇവരെ വന്ന് അറസ്റ്റ് ചെയ്തതെന്ന് വളരെ കൃത്യമായി അവിടെ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി കൊടുത്ത ആളുകൾ അവരെ എന്തുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാത്തത്? CPM ഏരിയ സെക്രട്ടറിയെയും ഏരിയ കമ്മിറ്റി അംഗത്തെയും ലോക്കൽ സെക്രട്ടറിയെയും ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ AV ജോർജിൻ്റെ ഫോണിലേക്ക് വന്ന ആ ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോൾ നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് രാത്രി നിരവധി പ്രാവശ്യം 10-ലധികം തവണ CPM ഏരിയ സെക്രട്ടറി MK ബാബു വിളിച്ചിട്ടുണ്ട്. CPM ഏരിയ കമ്മിറ്റി അംഗം അവിടെ നിന്നുള്ള CPM VP ഡെന്നി വിളിച്ചിട്ടുണ്ട്. CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി P രാജീവും അന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. ഈ ആളുകൾ വിളിക്കാതെ, CPM-ൻ്റെ നേതാക്കന്മാർ വിളിക്കാതെ AV ജോർജ് ഈ ലിസ്റ്റ് അനുസരിച്ച് നിരപരാധികളായിട്ടുള്ള ആളുകളെ പിടിക്കാൻ വിടില്ലല്ലോ. ശരി, രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ഈ AV ജോർജിനെ പ്രതിയാക്കില്ല, അതാണിപ്പോൾ നിയമോപദേശമായി വന്നിരിക്കുന്നത്. AV ജോർജിനെ പ്രതിയാക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് ശ്രീമതി ശ്യാമള കരുതുന്നത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. അതിനുള്ള മറുപടി. ശ്രീമതി ശ്യാമള. അത് ഇവിടെ മോനെ പിടിച്ചു കൊണ്ടുപോയത് ഷാഡ പോലീസുകാരാണ് 3 പേര്. അവനെ പിടിക്കുമ്പോഴും അവനെ പിടിച്ച് ഇവിടുന്ന് വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോഴും ഞങ്ങൾ പറയുന്നുണ്ട്, എല്ലാവരും ഞങ്ങളുടെ കുടുംബം സഹിതം എല്ലാവരും പറഞ്ഞ് ഇവനൊന്നിനും പോയിട്ടില്ല, ഇവൻ ഇവിടെ തന്നെയുണ്ട്. അപ്പം ഞങ്ങളോട് പറഞ്ഞത് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഇത് ഞങ്ങൾക്ക് മുകളിൽ നിന്ന് കിട്ടിയ ഓർഡറാണ്, കൊണ്ടുപോകാണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ കാലത്തെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ മോനെ ഇവിടുന്ന് കൊണ്ടുപോയത്. അപ്പം ഞങ്ങൾ ഇപ്പോഴും പറയാണ് ഞങ്ങളുടെ മോനെ കൊണ്ടുപോയത് അപ്പോൾ ആ സമയത്ത് AV ജോർജ് ഇവിടെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്, പെട്ടെന്ന് സ്ഥലം മാറ്റുകയും ചെയ്ത്. അപ്പോൾ അതാണ് ഞങ്ങൾ പറയണത്, AV ജോർജിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഷാഡ പോലീസുകാർ വന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഞങ്ങളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മോൻ നിരപരാധിയാണെന്ന്. ഈ ജോർജിനെ പ്രതിയാക്കിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് ശ്രീമതി ശ്യാമള കരുതുന്നത്? ജോർജിനെ പ്രതിയാക്കണതിൻ്റെ ഉദ്ദേശം, ഇവിടുന്നേ ആദ്യം പോയ ലിസ്റ്റിൽ ഞങ്ങളുടെ പേരില്ല, പിന്നെ രണ്ടാമത് കൊടുത്ത പ്രതിപട്ടികയിലാണ് ഞങ്ങളുടെ മോൻ്റെ പേരുള്ളത്. അത് ആ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നിർദ്ദേശം കൊടുത്തതും ഷാഡ പോലീസുകാർക്ക്. അപ്പോൾ ആ രണ്ടാമത്തെ പ്രതിപട്ടിക ഇവിടെ നിന്ന് പോയത് ആരുടെ കയ്യിൽ നിന്ന് എന്നുള്ള തെളിവുകൾ കിട്ടും. അപ്പോൾ ഈ പറഞ്ഞോളൂ.
എ വി ജോർജിനെ അപ്പം അത് അറിയാൻ പറ്റുമല്ലോ, ഇവിടെ നിന്ന് ആരാണത് നിർദ്ദേശിച്ചത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആ പ്രതിപട്ടിക തയ്യാറാക്കിയത് എന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അതാണ് എ വി ജോർജിനെ ചോദ്യം ചെയ്യാതെയും 1-2 ദിവസം ചോദ്യം ചെയ്ത് പിന്നെ ഞങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചത് ഈ ഷാഡ പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായി, ജോർജിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇവിടെ വന്ന് പിടിച്ചു കൊണ്ടുപോയെന്നാണ് ന്യൂസ് പേപ്പറിൽ വന്നത്. ദീപക് എസ് ഐയും പറഞ്ഞിട്ടുണ്ടായി, എന്നെ രാത്രി തിരുവനന്തപുരത്തുനിന്ന് കുറേ തെറികളൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ രാത്രി ബൈക്ക് ഓടിച്ച് വന്ന് സ്റ്റേഷനിൽ വന്ന് എല്ലാവരെയും, എത്രയോ നിരപരാധികളാണ്, 9 പേരെയാണ് അന്ന് പിടിച്ചത്. അതിൽ 9 പേരിൽ എൻ്റെ മോനെ മാത്രം എന്താണ് ഇത്ര ക്രൂരമായി മർദ്ദിച്ച് കുടല് പൊട്ടി ഞങ്ങളെ ഒന്ന് കാണാനോ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ എന്നെക്കൊണ്ട് ദീപക് എസ് ഐ സമ്മതിച്ചില്ല. അപ്പോൾ ഇതിൽ നല്ലൊരു ഗൂഢാലോചനയുടെ പങ്കുണ്ട്. അത് ആര് നിർദ്ദേശിച്ചിട്ടാണ്, അതാണ് നമുക്കറിയേണ്ടത്. എൻ്റെ മോൻ്റെ നിരപരാധിത്വം തെളിയണം. ശ്രീമതി ശ്യാമള, ഒരു കാര്യം കൂടി, ഇന്ന് വി ഡി സതീശൻ നിയമസഭയിൽ ഈ കാര്യം പറയുകയുണ്ടായി. അപ്പോൾ ശ്രീജിത്തിൻ്റെ അമ്മ പറഞ്ഞു എന്ന് ഇങ്ങനെ പറയുന്നു സതീശൻ. ശ്രീജിത്തിൻ്റെ അമ്മ പറയുന്നു ശ്രീജിത്തിനെ പ്രതിപട്ടികയിൽപ്പെടുത്തിയത് CPM യോഗത്തിലാണ് എന്ന്. അതേപ്പറ്റി ഒന്ന് പറയാമോ ശ്രീമതി ശ്യാമള? അത് ഇവിടെ അന്ന് വാസുദേവൻ മരിച്ച അന്ന് ഭരതൻ്റെ പഴയ CBI അവിടെ ഇത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ കൂടിയതായിട്ട് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പരമേശ്വരനും അതിൽ ഉൾപ്പെട്ടതാണ്. പരമേശ്വരൻ ആദ്യം നേരത്തെ ഞങ്ങളുടെ മോൻ്റെ പ്രതിപട്ടികയിൽ ഉള്ളതാണെന്നും പറയുകയും ചെയ്ത്, പിന്നെ ലാസ്റ്റ് പരമേശ്വരൻ തന്നെ മൊഴി മാറ്റി പറയും. പിന്നെ പരമേശ്വരൻ്റെ മോനും മൊഴി മാറ്റി പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഊഹിക്കാം എൻ്റെ മോനെ ഗൂഢാലോചനയുടെ ഫലമായി പിടിച്ചു കൊണ്ടുപോയെന്ന്. അത് ആരുടെ നിർദ്ദേശപ്രകാരം, എന്തിന്? നമ്മുടെ മോൻ നിരപരാധിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ശരി. ശ്രീ നൗഷാദ് MLA, ഇവിടെ മുഹമ്മദ് ഷിയാസ് പേരെടുത്ത് തന്നെ പറയുന്നു, ശ്യാമള പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ രണ്ടുപേരും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് CPMൻ്റെ അവിടുത്തെ നേതാക്കളെ തന്നെയാണ്. MK ബാബുവിനെയും VP ഡെന്നിയെയും P രാജീവിനെയുമാണ് പേരെടുത്ത് മുഹമ്മദ് ഷിയാസ് പറഞ്ഞിരിക്കുന്നത്. ഈ പരാതിക്കാർ തന്നെ, അല്ലെങ്കിൽ ഈ ഇരകൾ തന്നെ, ഇതാ ഞങ്ങൾക്ക് സംശയമുള്ള ഒരു കൂട്ടർ നിൽക്കുന്നു, അവരാണ് ഇതെല്ലാം പദ്ധതിയിട്ടത് എന്ന് പറയുമ്പോൾ ആ മേഖലയിലേക്ക് അന്വേഷണം പോകാതിരിക്കാനുള്ളൊരു നിർബന്ധ ബുദ്ധി ഏത് രൂപത്തിൽ സർക്കാർ പ്രകടിപ്പിച്ചാലും അത് ചോദ്യം ചെയ്യപ്പെടും. സ്വാഭാവികമല്ലേ ഈ ഉയരുന്ന ചോദ്യങ്ങൾ? അല്ല വേണു, ഈ തുടക്കം മുതൽ ഈ വിഷയത്തിൽ വേണു ഉത്തരം പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു. അതുപോലെ തന്നെ ആ അമ്മയെടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ ഇങ്ങോട്ട് തേടുന്നതാണ് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഒന്ന്, ഈ ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ ഒരു അമ്മയുടെ വേദന, മകൻ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളത്, മകനോട് ക്രൂരമായി പോലീസ് പെരുമാറി, അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ കേസുണ്ടായത് തന്നെ. ഈ കേസുണ്ടായത് തന്നെ അങ്ങനെയാണ്. ആ കേസിലെ പ്രതികൾ 11 പേരെ പ്രതികളാക്കിയിട്ടുണ്ട്. അതിൽ പിന്നെ SA ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തു. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നു. SP ആയിട്ടുള്ള ആളിനെ അവിടെ നിന്ന് ആദ്യം ട്രാൻസ്ഫർ ചെയ്തു, പിന്നെ സസ്പെൻഡ് ചെയ്തു, ക്വസ്റ്റ്യൻ ചെയ്തു. അന്വേഷണ സംഘത്തെക്കുറിച്ച് ഈ പറഞ്ഞ ആരും തന്നെ ഈ ശ്രീജിത്തിൻ്റെ IG ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെക്കുറിച്ച് ഇപ്പോൾ 2 പേര് പ്രതികരിച്ചു. ആരും പരാതിയൊന്നും പറഞ്ഞില്ല. പിന്നെ ഷിയാസിനെ വന്നിരുന്നിട്ട് പിന്നെ ഓരോരുത്തരുടെ CPM നേതാക്കന്മാരുടെ പേര് പറയുക, അത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്, അത് അദ്ദേഹം പറഞ്ഞോട്ടെ. പക്ഷേ ഇവരെന്തുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ കൃത്യമായ തെളിവുണ്ടെങ്കിൽ അതെന്തേ പോലീസിനോട് പറയാത്ത, അന്വേഷണ സംഘത്തോട് ഇത് പറഞ്ഞിട്ടുണ്ടാകും ശ്രീ നൗഷാദ്. ശ്യാമളയൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്, മൊഴി കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഡിവൈഎസ്പിയുടെ മൊഴിയുണ്ട്, ഡിവൈഎസ്പിയുടെ മൊഴിയുണ്ട്, ഡിവൈഎസ്പിയുടെ മൊഴിയുണ്ട്. ഒരു നിമിഷം RTFകാർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ അവരുടെ ഭാഗം വാദിച്ചവർ ഈ RTFകാരുടെ ഭാഗം പറഞ്ഞിട്ടുണ്ട്. SP നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അവിടെ ഒരു രാഷ്ട്രീയ വൈരമുണ്ടായിരുന്നു. ആ വിഷയത്തിലാണ്, അതുകൊണ്ടാണ് ഉന്നത നേതൃത്വം ഇടപെട്ടത്. സർക്കാരിലേക്ക് വിമർശനം പോകാതിരിക്കാനാണ് പ്രോസിക്യൂഷന്റെ ശ്രമം. CIയും SIയും എല്ലാം ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു, ഞങ്ങളെ മാത്രം ബലിയാടാക്കിയിരിക്കുന്നു.
ഇതൊക്കെ RTF പറയുകയാണ്. SP-യുടെ പങ്കാളിത്തം, അവിടെ രാഷ്ട്രീയ വൈരം നിലനിന്നിരുന്നു, അവിടെ നിർബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥരെ ഇടപെടുവിച്ചു. ഇതൊക്കെ കോടതിയുടെ മുൻപിൽ വന്നതാണ്. അങ്ങനെ ആ 3 പേരും ഇപ്പോൾ ജാമ്യത്തിലുമാണ്. അല്ല, കോടതി ഇപ്പം നാളെ കോടതിയുടെ പരിഗണനയിൽ വരികയാണ് കേസ്. നാളെ കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ കോടതി ഇതെല്ലാം നിരീക്ഷിക്കുമല്ലോ. നിങ്ങളെന്തിനാണ് ഈ വിധി പ്രഖ്യാപിക്കാൻ പോകുന്നത്? ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഇപ്പോൾ ഷിയാസിനൊക്കെ വലിയ വികാരപരമായി പറയുമ്പോൾ ഏതെങ്കിലും ഒരു സംഭവത്തിൽ നടപടിയെടുക്കാനോ ആ കുടുംബത്തെ സംരക്ഷിക്കാനോ പരിശ്രമിക്കാത്തവർ മുതലക്കണ്ണീരൊന്നും ഒഴുക്കണ്ട. ഇവിടെ ശ്രീജിത്ത് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം അറിയുന്നത് പോലെ അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു, അത് പോലീസ് കസ്റ്റഡിയിൽ കൊല ചെയ്യപ്പെട്ടു. പോലീസ് കസ്റ്റഡിയിൽ കൊല നടക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല. ഇവിടെ അങ്ങയുടെ സഹപ്രവർത്തകൻ ചോദിക്കുന്ന കാതലായ ചോദ്യം സ്വീകരിച്ചു. VD സതീശൻ MLA എന്ന് ചോദിച്ചല്ലോ, അങ്ങയുടെ സാന്നിധ്യത്തിലായിരുന്നല്ലോ ഈ സബ്മിഷൻ വന്നത്. അദ്ദേഹം ചോദിക്കുന്നു, ഈ പ്രോസിക്യൂഷൻ ഒരു കേസ് നിർമ്മിക്കണമല്ലോ, കോടതിയിൽ ഒരു കേസ് പറയണമല്ലോ, എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം? ചവിട്ടിക്കൊന്നു ഒരു 28-കാരനെ, നിരപരാധിയായ ഒരാളെ വെള്ളം കൊടുക്കാതെ കൊന്നു. ഉത്തരവാദിത്തമാർക്കാണ്? എന്താണ് ഇതിന് പ്രേരിപ്പിച്ച ഘടകം? അങ്ങേക്ക് എന്താണ് ബോധ്യം? അല്ല, അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. വേണുവിനെ പോലെ വന്നിരുന്നിട്ട് ഇവിടെ വിധി പ്രഖ്യാപിക്കാൻ ഞാൻ ജഡ്ജിയൊന്നുമല്ല. പിന്നെ സഭയ്ക്കകത്ത് സതീശന് എന്താ അഭിപ്രായ പ്രകടനം നടത്താം. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഞാൻ ചോദിക്കുന്നു, സതീശൻ സബ്മിഷനിൽ കൂടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് എന്താണ്? സബ്മിഷനിൽ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് അങ്ങ് നേരിട്ട് ഈ കേസ് മോണിറ്റർ ചെയ്യണം. നേരിട്ട് മോണിറ്റർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതുവരെ ആ തരത്തിൽ ഈ കേസിനകത്ത് ഇടപെടാൻ, അതിൻ്റെ അന്വേഷണത്തെ അട്ടിമറിച്ചു എന്ന് ഇവർ പറയുമ്പോൾ സർക്കാരാണ് അട്ടിമറിച്ചതെന്നാണല്ലോ പറഞ്ഞത്. സർക്കാർ അതിൽ ആ തരത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് ഇന്ന് VD സതീശൻ ഉന്നയിച്ച ആവശ്യം തന്നെയാണ്. വിശദീകരിച്ചുകൊണ്ട് ഇതിൽ ഈ സർക്കാർ സംവിധാനം എവിടെ ആരെ രക്ഷിക്കാൻ വേണ്ടി ഏകപക്ഷീയമായി പോകുന്നു എന്ന് പറയുന്നു. ആ കാര്യം മുഖ്യമന്ത്രി വിലയിരുത്തണം എന്ന് പറയുന്നു. അതാണ് സംഭവം, അതാണ് സത്യം. ഇവിടെ ഈ കാര്യകാരണങ്ങളെല്ലാം വിശദീകരിച്ചിട്ട് സഭാനാഥൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയോടല്ലാതെ പിന്നെ ആരോട് പറയണോ? കാര്യകാരണങ്ങൾ പിന്നെ എല്ലാം വിശദീകരിക്കാൻ VD സതീശൻ ആരാ? VD സതീശന്റെ വിഷയം ഉന്നയിക്കണം, കാര്യങ്ങൾ ഉന്നയിക്കുകയല്ലേ ചെയ്യുന്നത്? കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിയമോപദേശം. പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അവർ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ കണ്ടെത്തിയ ഫൈൻഡിങ്ങിനകത്ത് ഒരു ലീഗൽ ഒപ്പീനിയൻ തേടുക എന്നുള്ളത് ഒരു സാധാരണ നടപടിക്രമങ്ങളാണ്. ആ ലീഗൽ ഒപ്പീനിയൻ നേടിയപ്പോൾ സ്വാഭാവികമായിട്ടും അത് വന്നു. അതിനെ സംബന്ധിച്ച് നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരും മറ്റും പറയുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ പറയുന്നതെന്നാണ് നേരത്തെ ഷിയാസ് ഉൾപ്പെടെ പറഞ്ഞത്. എന്താണ് ഫോൺ വിളിയെ സംബന്ധിച്ചത്? ഇവിടെ നേരത്തെ ഒരു കേസ് ഉണ്ടായപ്പോൾ 900 തവണ അങ്ങോട്ട് വിളിച്ചു, ഇത്ര തവണ വിളിച്ചു എന്നൊക്കെയുള്ള തരത്തിലുണ്ടല്ലോ. നിങ്ങൾ ആ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ കൊടുക്ക്, അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ കൊടുക്ക്. എന്തിനാണ് ഈ ഒരു കള്ളം 100 വട്ടം ആവർത്തിച്ചാൽ സത്യമായി ഗീബൽസിന്റെ തന്ത്രം? അഡ്വക്കേറ്റ് രാജകുമാർ, നിയമോപദേശത്തിൽ ഉള്ളതായി നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇതാണ്. AV ജോർജ് ക്രിമിനൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതിനാൽ കേസിൽ പ്രതി ചേർക്കാനാവില്ല. SP ആരുടെയും പേരെടുത്തു പറഞ്ഞ് പിടികൂടാൻ നിർദ്ദേശം നൽകിയിട്ടില്ല. പ്രദേശത്ത് നിലനിന്ന സംഘർഷാവസ്ഥ നിയന്ത്രണ